രാജ്യത്ത് കാര്യങ്ങളെല്ലാം സുഗമമായി പോകുമ്പോൾ നേതാക്കളുടെ കഴിവിനെയും ക്ലാസിനെയും വിവേകത്തിനെയും എഫിഷ്യൻസിയെയും മനസ്സിലാക്കുക അത്ര എളുപ്പമല്ല. മറിച്ച് രാജ്യത്തിന് വലിയ പ്രതിസന്ധി വരുന്ന സമയത്താണ് നേതാക്കളുടെ ക്ലാസും വിവേകവും കഴിവും എല്ലാം ഏറ്റവും എളുപ്പത്തിൽ മനസ്സിലാക്കാൻ സാധിക്കുക. ഇപ്പോൾ പെഹൽഗാമിൽ ഉണ്ടായ തീവ്രവാദ ആക്രമണത്തെ തുടർന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി, പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി എന്നിവർ എങ്ങനെയാണ് പെരുമാറിയത് എന്ന് മനസ്സിലാക്കുമ്പോൾ ആരാണ് യഥാർത്ഥ നേതാവ് എന്ന് വ്യക്തമായി മനസ്സിലാവും. പെഹൽഗാമിൽ ആക്രമണം ഉണ്ടാവുമ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയും വിദേശയാത്രയിൽ ആയിരുന്നു. ഇവർ രണ്ടുപേരും തീവ്രവാദ ആക്രമണം ഉണ്ടായതിനെ തുടർന്ന് തങ്ങളുടെ വിദേശയാത്ര വെട്ടിച്ചുരുക്കി ഇന്ത്യയിലേക്ക് തിരിച്ചു വരികയുണ്ടായി. ഇന്ത്യയിൽ തിരിച്ചെത്തിയ ശേഷമുള്ള ഇവരുടെ പ്രവൃത്തികളാണ് യഥാർത്ഥ നേതാവ് ആരെന്ന് വേർതിരിച്ചറിയുന്നതിനുള്ള വ്യക്തമായ ഒരു മാർഗം. പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്റെ സൗദി യാത്ര വെട്ടിച്ചുരുക്കി ഇന്ത്യയിൽ തിരിച്ചെത്തിയപ്പോൾ എല്ലാ ഇന്ത്യക്കാരും പ്രതീക്ഷിച്ചത് ഈ തീവ്രവാദ ആക്രമണത്തെക്കുറിച്ച് രാജ്യത്തെ ജനങ്ങൾക്ക് അദ്ദേഹം ഒരു സ്റ്റേറ്റ്മെന്റ് നൽകുമെന്നും രാജ്യം പ്രതിസന്ധി നേരിടുന്ന ഈ ഘട്ടത്തിൽ എല്ലാവരും ജാതി മത വർഗവർണ്ണ വ്യത്യാസമില്ലാതെ ഒത്തൊരുമിച്ച് നിൽക്കേണ്ട സമയമാണെന്ന് രാജ്യത്തെ ജനങ്ങളോട് ആഹ്വാനം ചെയ്യുമെന്നും സാധാരണയായി പ്രതീക്ഷിക്കും. എന്നാൽ മോദിയിൽ നിന്ന് ഇങ്ങനെയൊന്നും ഉണ്ടായില്ല എന്ന് മാത്രമല്ല, യാതൊരു ഔചിത്യബോധവുമില്ലാതെ ബീഹാറിൽ ചെന്ന് തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ ഭാഗമായി ട്രെയിനിന് പച്ചക്കൊടി വീശുകയും വേദിയിലിരുന്ന് ഉളുപ്പില്ലാതെ എന്തോ തമാശ പറഞ്ഞ് പൊട്ടിച്ചിരിക്കുകയുമാണ് ചെയ്തത്. അതുപോലെ ചെയ്ത മറ്റൊരു വിചിത്രമായ കാര്യം, ആർക്കും മനസ്സിലാകാത്ത ഏതോ ഒരു ഭാഷയിൽ തീവ്രവാദികൾക്കും അവരെ സഹായിച്ചവർക്കും ശക്തമായ തിരിച്ചടി നൽകുമെന്ന് ഒരു തെരഞ്ഞെടുപ്പ് റാലിയിൽ സംസാരിച്ച് ഈ പ്രതിസന്ധിയെയും തങ്ങൾക്ക് വോട്ട് നേടാനുള്ള അവസരമായി ഉപയോഗിക്കുകയാണ് ചെയ്തത്. പിന്നെ ആകെ ചെയ്തത് ഇതേ കാര്യം, അതായത് തീവ്രവാദികൾക്ക് അവർ ഒരിക്കലും ചിന്തിക്കാത്ത രീതിയിലുള്ള തിരിച്ചടി നൽകുമെന്ന് തന്റെ സ്ഥിരമായ മൻ കി ബാത്തിലൂടെ പറയുകയുമാണ്. ഈ ആക്രമണത്തിന്റെ കാര്യങ്ങൾ ചർച്ച ചെയ്യുവാനും തുടർ നടപടികൾ എന്തൊക്കെയാണ് സ്വീകരിക്കേണ്ടത് എന്ന് ആലോചിക്കുവാനും വിളിച്ചുകൂട്ടിയ സർവകക്ഷി യോഗത്തിൽ പോലും ഇന്ത്യയുടെ പ്രധാനമന്ത്രി പങ്കെടുത്തില്ല എന്ന് പറഞ്ഞാൽ രാജ്യത്തെ ജനങ്ങളുടെ കാര്യത്തിൽ അദ്ദേഹത്തിന് എത്രത്തോളം കരുതലുണ്ട് എന്ന് വ്യക്തമായല്ലോ. അത് മാത്രവുമല്ല, മോദി ഈ ഭീകരാക്രമണം നടന്ന ജമ്മു കാശ്മീർ സന്ദർശിക്കാനോ ഇതിൽ ഇരയായ ആളുകളെ സന്ദർശിച്ച് അതുവഴി അവർക്കും രാജ്യത്തിനും മനോബലം പകരാൻ പോലുമോ മുതിർന്നില്ല. അത്ര നിരുത്തരവാദപരമായാണ് നരേന്ദ്രമോദി പ്രവർത്തിച്ചത്. മോദിയുടെ ഈ പ്രവൃത്തികളും രാഹുൽ ഗാന്ധി ചെയ്തതും കൂടി കമ്പയർ ചെയ്യുമ്പോഴാണ് ശരിക്കുമുള്ള വ്യത്യാസം മനസ്സിലാകുന്നത്. രാഹുൽ ഗാന്ധി തന്റെ അമേരിക്കൻ യാത്ര വെട്ടിച്ചുരുക്കി ഏതാണ്ട് 20 മണിക്കൂറിൽ അധികം യാത്ര ചെയ്ത് ഇന്ത്യയിൽ തിരിച്ചെത്തി ഉടനെ തന്നെ സർവകക്ഷി യോഗത്തിൽ വളരെ ആക്റ്റീവായി പങ്കെടുക്കുകയും ഇതിനെതിരെ കേന്ദ്ര സർക്കാർ സ്വീകരിക്കുന്ന എല്ലാ നടപടികൾക്കും പ്രതിപക്ഷത്തിന്റെ സമ്പൂർണ്ണ സഹകരണം ഉണ്ടായിരിക്കുമെന്ന് ഉറപ്പ് നൽകുകയും ചെയ്തു. അതിന്റെ പിറ്റേ ദിവസം അദ്ദേഹം ഈ തീവ്രവാദ ആക്രമണം ഉണ്ടായ ജമ്മു കാശ്മീർ സന്ദർശിക്കുകയും ജമ്മു കാശ്മീരിന്റെ മുഖ്യമന്ത്രിയും ലഫ്റ്റനന്റ് ഗവർണറുമായി സ്ഥിതിഗതികൾ ചർച്ച ചെയ്യുകയും ചെയ്തു. ജമ്മു കാശ്മീർ മുഖ്യമന്ത്രിയും ലഫ്റ്റനന്റ് ഗവർണറും ഇതിന്റെ സ്ഥിതിവിവരങ്ങൾ പ്രതിപക്ഷ നേതാവിന് വ്യക്തമാക്കി കൊടുത്തു. അതുപോലെ അദ്ദേഹം ഈ ആക്രമണത്തെ തുടർന്ന് പരിക്കേറ്റ് അവിടെ മിലിറ്ററി ആശുപത്രിയിൽ ചികിത്സയിലായിരുന്ന ഒരു വ്യക്തിയെ ചെന്ന് സന്ദർശിക്കുകയും അദ്ദേഹത്തെയും കുടുംബത്തെയും ആശ്വസിപ്പിക്കുകയും ഒന്നുകൊണ്ടും ഭയപ്പെടേണ്ട, എല്ലാം ശരിയാകും എന്ന് ഉറപ്പ് നൽകുകയും ചെയ്തു. പിന്നെ അദ്ദേഹം കാശ്മീരിലെ കോൺഗ്രസ് നേതാക്കളും പ്രവർത്തകരുമായി ഇതിനെക്കുറിച്ച് സംസാരിക്കുകയും വേണ്ട എല്ലാ സഹായങ്ങളും ആളുകൾക്ക് ചെയ്തു കൊടുക്കണമെന്ന് നിർദ്ദേശിക്കുകയും ചെയ്തു. അത് മാത്രവുമല്ല, അവിടുത്തെ ലോക്കൽ ആളുകളുമായി അദ്ദേഹം കൂടിക്കാഴ്ച നടത്തുകയും എല്ലാ പിന്തുണയും വാഗ്ദാനം ചെയ്യുകയും ചെയ്തു. ഇതിലെല്ലാം ഏറ്റവും പ്രധാനമായ ഒരു കാര്യം അദ്ദേഹം ചെയ്തത് മീഡിയയുടെ മുൻപിൽ വന്ന് ഇന്ത്യയിലെ ജനങ്ങളോട് ഈ പ്രതിസന്ധി ഘട്ടത്തിൽ എല്ലാവരും ജാതി മത വർഗവർണ്ണ വ്യത്യാസമില്ലാതെ ഒരുമിച്ച് നിൽക്കണം എന്ന് അഭ്യർത്ഥിച്ചതാണ്. അദ്ദേഹം പറഞ്ഞത് തീവ്രവാദികളുടെ ലക്ഷ്യം രാജ്യത്തെ ജനങ്ങളെ മതത്തിന്റെ പേരിൽ ഭിന്നിപ്പിച്ച് രാജ്യത്തെ അസ്ഥിരമാക്കുക എന്നുള്ളതാണ്. അതുകൊണ്ട് അവരുടെ ലക്ഷ്യത്തെ പരാജയപ്പെടുത്തണമെങ്കിൽ ഇന്ത്യക്കാർ എല്ലാവരും ഒരുമിച്ച് നിൽക്കണം. എങ്കിലേ ഈ തീവ്രവാദികളുടെ ഗൂഢതന്ത്രങ്ങളെ പരാജയപ്പെടുത്താൻ സാധിക്കുകയുള്ളൂ എന്ന് അദ്ദേഹം ആഹ്വാനം ചെയ്തു. അതുപോലെ വളരെ പ്രധാനമായ ഒരു കാര്യം, ഈ ആക്രമണത്തെ തുടർന്ന് കാശ്മീരികളായ ആളുകൾക്കെതിരെ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ മതവിദ്വേഷത്താൽ വിവേകം നശിച്ച സംഘികളിൽ നിന്നും ആക്രമണം നേരിടുന്ന അതീവ വൃത്തികെട്ട കാര്യത്തിനെതിരെ സംസാരിച്ചതാണ്. ഓർക്കണം, ഈ പാവപ്പെട്ട കാശ്മീരികളാണ്
അവിടെ വിനോദസഞ്ചാരത്തിനായി എത്തിയ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ആളുകളെ സംരക്ഷിക്കുകയും അവർക്ക് വേണ്ട എല്ലാ സഹായങ്ങളും എല്ലാം മറന്ന് ചെയ്തു കൊടുക്കുകയും ചെയ്തത്. വളരെയേറെ ആളുകളുടെ ജീവൻ നഷ്ടപ്പെടാതിരിക്കാൻ കാരണമായത് അവിടെയുള്ള നല്ലവരായ ലോക്കൽ കാശ്മീരികളുടെ ധീരമായ ഇടപെടലുകൾ ആയിരുന്നു. അങ്ങനെയുള്ള കാശ്മീരികൾക്ക് എതിരെയാണ് വിവരം കെട്ട സംഖ്യകൾ പല സ്ഥലങ്ങളിലും ആക്രമണം അഴിച്ചുവിടുന്നത്. ഇതിനെതിരെ വളരെ ശക്തമായി അദ്ദേഹം സംസാരിച്ചു. പിന്നീട് പാതിരാത്രിയിൽ ഡൽഹിയിൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ സമാധാനത്തിന്റെ സന്ദേശം നൽകിക്കൊണ്ട് ക്യാൻഡിൽ ലൈറ്റ് മാർച്ചിന് അദ്ദേഹം നേതൃത്വം നൽകി. ഈ മാർച്ചിൽ ലക്ഷക്കണക്കിന് ആളുകളാണ് പങ്കെടുത്തത്. കോൺഗ്രസുകാർ മാത്രമല്ല, ഒരു പാർട്ടിയിലും ഉൾപ്പെടാത്ത വളരെയേറെ ആളുകളാണ് ഈ സമാധാന ക്യാൻഡിൽ ലൈറ്റ് മാർച്ചിൽ പങ്കെടുത്തത്. ആ മാർച്ചിന്റെ ദൃശ്യങ്ങളാണ് ഇവയൊക്കെ. നോക്കണം, ഇവിടെ ഒന്നോ രണ്ടോ കോൺഗ്രസിന്റെ കൊടികളല്ലാതെ വേറെ കൊടികളൊന്നും ഇവർ പിടിച്ചിട്ടില്ല. അതായത് ഇതൊരു രാഷ്ട്രീയ പരിപാടിയായി അല്ല അവർ കണ്ടത് എന്ന് വളരെ വ്യക്തമാണല്ലോ. ഒരിക്കലും പ്രതീക്ഷിക്കാത്ത രീതിയിലായിരുന്നു ആളുകൾ ഈ സമാധാന മാർച്ചിനോട് പ്രതികരിച്ചത്. അത്ര വലിയ ജനസമുദ്രമായിരുന്നു ഒഴുകിയെത്തിയത്. ഐക്യവും സമാധാനവും ആഹ്വാനം ചെയ്ത് ജനലക്ഷങ്ങൾ പങ്കെടുത്ത ഈ റാലി ഗാന്ധി സമാധിയിലെത്തി പ്രാർത്ഥനയോടെയാണ് സമാപിച്ചത്. അതായത് രാഹുൽ ഗാന്ധി എല്ലാ അർത്ഥത്തിലും രാജ്യത്തെ ജനങ്ങളോട് ഒന്നിച്ചു നിൽക്കണമെന്നും എല്ലാവരും ഒന്നിച്ചു നിന്നാലേ ഭീകരതയെ തോൽപ്പിക്കാനാവൂ എന്നും ആഹ്വാനം ചെയ്തുകൊണ്ട് രാജ്യമെമ്പാടും ഓടി നടക്കുകയാണ്. എന്നാൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഒളിവിലാണ്. അദ്ദേഹത്തെ കാണാനേയില്ല. അദ്ദേഹത്തിൽ നിന്ന് രാജ്യത്തിന് ഒരു വാക്കും കേൾക്കാൻ സാധിച്ചില്ല. ലോകത്തിലെ എല്ലാ രാജ്യങ്ങളിലും പ്രധാനമന്ത്രിമാർ അല്ലെങ്കിൽ പ്രസിഡന്റുമാർ രാജ്യത്ത് തീവ്രവാദ ആക്രമണം ഉണ്ടാവുമ്പോൾ അടിയന്തരമായി രാജ്യത്തെ ജനങ്ങളെ അഭിസംബോധന ചെയ്യുകയും എല്ലാവർക്കും മനോബലം നൽകുകയും ജാതി മത വർഗവർണ്ണ വ്യത്യാസമില്ലാതെ എല്ലാവരും ഒരുമിച്ച് ഈ തീവ്രവാദികളുടെ ഗൂഢലക്ഷ്യങ്ങളെ ചെറുത്തു തോൽപ്പിക്കണമെന്ന് ആഹ്വാനം ചെയ്യുകയും ചെയ്യും. എന്നാൽ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയിൽ നിന്ന് അങ്ങനെയൊന്നും ഉണ്ടായില്ല. അതുമാത്രവുമല്ല, BJP നേതാക്കളിൽ പലരും ഇതിന്റെ പേരിൽ രാജ്യത്ത് വർഗീയ വികാരം ആളിക്കത്തിക്കാനാണ് ശ്രമിച്ചത് എന്നുള്ളതാണ് ഏറ്റവും കഷ്ടകരമായ കാര്യം. തീവ്രവാദികൾ ആഗ്രഹിക്കുന്നതും അതുതന്നെയാണ്. ഇന്ത്യയെ തകർക്കാൻ രാജ്യത്തെ ഹിന്ദുക്കളെയും മുസ്ലിങ്ങളെയും തമ്മിലടിപ്പിക്കുകയാണ് തീവ്രവാദികളുടെ തന്ത്രം. അതേ തന്ത്രം തന്നെ രാജ്യം ഭരിക്കുന്ന BJP എന്ന പാർട്ടിയിലെ പല നേതാക്കളും ചെയ്യുക എന്ന് പറഞ്ഞാൽ തീവ്രവാദികളുടെ അതേ മനോഭാവം തന്നെയാണ് അവരും പ്രകടിപ്പിച്ചത് എന്ന് പറയാതെ വയ്യ. രാജ്യ തലസ്ഥാനത്ത് മാത്രമല്ല, പല സംസ്ഥാനങ്ങളിലും കോൺഗ്രസ് സമാധാനവും സാഹോദര്യവും ആഹ്വാനം ചെയ്തുകൊണ്ട് രാജ്യത്തെ ഐക്യത്തിൽ നിലനിർത്തണമെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് സമാധാന റാലികൾ നടത്തുകയുണ്ടായി. തെലങ്കാനയിൽ പ്രതിപക്ഷത്തിരിക്കുന്ന ഒവൈസിയുടെ പാർട്ടി മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡിയുടെ നേതൃത്വത്തിൽ നടത്തിയ സമാധാന റാലിയിൽ പങ്കെടുത്തു എന്നുള്ളത് വളരെ ശ്രദ്ധേയമാണ്. അങ്ങനെയാണ് രാജ്യത്തോട് കരുതലുള്ള ആളുകൾ ചെയ്യേണ്ടത്. തീവ്രവാദികളുടെ അതേ തന്ത്രം തന്നെ രാജ്യത്ത് പയറ്റാൻ ശ്രമിക്കുന്ന സംഘികൾ തീവ്രവാദികളെ സഹായിക്കുകയല്ലാതെ മറ്റൊന്നുമല്ല ചെയ്യുന്നത്. ഇന്ത്യയെ തകർക്കുകയാണ് തീവ്രവാദികളുടെ ലക്ഷ്യം. അതിന് ഏറ്റവും നല്ല മാർഗമായി അവർ കണ്ടത് രാജ്യത്ത് വർഗീയ കലാപം ഉണ്ടാക്കുക എന്നുള്ളതാണ്. കാരണം അവർക്ക് വ്യക്തമായി കഴിഞ്ഞ 10 വർഷത്തിലധികമായുള്ള സംഘിഭരണത്തിൽ ഇന്ത്യയിൽ വളർന്നു വരുന്ന അരാജകത്വവും ദിനം പ്രതി തകരുന്ന രാജ്യത്തിന്റെ സമാധാനവും ഐക്യവും. ആ എരുതിയിൽ അല്പം എണ്ണയൊഴിച്ചു കൊടുത്താൽ ആളിക്കത്തുമെന്ന് തീവ്രവാദികൾ മനസ്സിലാക്കിയിരിക്കുന്നു എന്ന് വേണം കരുതാൻ. ഏതായാലും പ്രധാനമന്ത്രി എന്ന് പറയുന്ന ആൾ ഇന്ത്യയിൽ ഇത്ര വലിയ തീവ്രവാദ ആക്രമണം നടന്നപ്പോൾ അപ്രത്യക്ഷനായി എങ്കിലും രാജ്യത്തിന്റെ പ്രതിപക്ഷ നേതാവ് വളരെ ഉത്തരവാദിത്വത്തോടെ ജനങ്ങളെ ഒന്നിപ്പിക്കുന്നതിനു വേണ്ടി ഓടി നടക്കുകയും തെരുവിലിറങ്ങി സമാധാനത്തിന്റെ ഐക്യത്തിന്റെ സന്ദേശം പരത്തുകയും ചെയ്തത് രാജ്യത്തിന് പ്രതീക്ഷ നൽകുന്ന കാര്യമാണ്.